ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആർദ്രമായ സ്വാഗതം. എന്താണ് തത്വമസി? മണ്ഡലകാലം തുടങ്ങുന്ന ഈ ദിവസം തത്വമസിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മണ്ഡലകാലത്തെ എല്ലാവരും വ്രതമെടുത്ത് 41 ദിവസത്തെ വ്രതമെടുത്ത് കെട്ട് നിറച്ച് മല ചവിട്ടി 18 പടികളും കടന്നു പോകുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു തത്വമസി. നീ ആരെയാണോ തേടുന്നത് അത് നീ തന്നെയാണ് എന്ന് പറയുന്ന മഹാസത്യം. എന്ന് വച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്താൻ ആണ് നമ്മൾ ഈ അമ്പലങ്ങളിൽ പോകുന്നത്. നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും അവരവരുടെ എനർജികളുണ്ട്. എന്തിനെന്ന് അവരവരുടെ പാരമ്പര്യത്തിൻ്റെ ദേവതയുടെ ഗുരു മുത്തപ്പന്മാരുടെ എനർജി ഉൾപ്പെട്ട ഒരു സംഭവം നമുക്കുണ്ട് ഉള്ളിൽ. അതിനെ ഉണർത്തിയെടുക്കാനാണ് നമ്മൾ 41, 7, 48 ദിവസത്തെ വ്രതം. ചിലർ 48 ദിവസം എടുക്കും. ഒരു മണ്ഡല കാലം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പോകുന്നത് ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന രീതിയിലാണ് പോകുന്നത്. കൂട്ടം കൂടിയൊക്കെയാണ് പോകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ മാക്സിമം ശ്രമിക്കുക. അതൊരു പഠനമാണ്. എന്തിൻ്റെ പഠനമാണെന്ന് ഇനി 1-2 വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തിനാണ് മലയ്ക്ക് പോകുന്നത് എന്നുള്ളതും അറിയാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ തത്വമസിനെ കുറിച്ചുള്ള ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു മണ്ഡലകാലം വ്രതമെടുത്ത് ശരണം വിളിച്ച് അയ്യപ്പൻ്റെ സന്നിധിയിൽ നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ ഉണർത്താൻ ആണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. ഇതാണ് തത്വമസി എന്ന് പറയുന്ന മഹാസത്യം. നമ്മുടെ ഉള്ളിലൊരു വലിയൊരു കഴിവുണ്ട്, വലിയൊരു എനർജി ഉണ്ട്, വലിയൊരു ഇതുണ്ട്. അത് എന്തിന്, ഏതിന്, എങ്ങനെ എന്ന് നമ്മൾ സ്വയം കണ്ടെത്തി മുന്നോട്ട് പോകണം. ശാസ്താവ് അല്ലെങ്കിൽ ചാത്തൻ എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ, ശാസിച്ച് നേരെ വഴി കാണിച്ച് തരുന്നവൻ എന്നർത്ഥം. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ കെട്ട് നിറച്ച് പോകാം എന്നുള്ളതിനെ, എന്തിനാണ് നമ്മൾ കെട്ട് നിറക്കണത്, എവിടെ വച്ചാണ് കെട്ട് നിറക്കേണ്ടത് എന്നുള്ളതൊക്കെ അടുത്ത ഒരു ഇതിലൂടെ നമുക്ക് പറയാം. എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.